വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച ഡൽഹി സാംസ്കാരിക സംഘടനയായ നവോദയത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ശ്രദ്ധാഞ്ജലി സഭയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. കേരള ഹൌസിലാണ് മഹാദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ അനുസ്മരിക്കാൻ ഡൽഹി മലയാളികൾ ഒത്തുകൂടിയത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങാകുക എന്ന ലക്ഷ്യവും കൂട്ടായ്മയ്ക്കുണ്ട്. ദുരന്തമുഖത്ത് നേരിട്ടെത്തിയ RSS ഉത്തര കേരള പ്രാന്ത സഹകാര്യവാഹ് PP സുരേഷ് ബാബു വയനാട്ടിലെ സാഹചര്യങ്ങൾ വിശദീകരിച്ചു. സമന്വയത്തിന്റെ ആശയമാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് കരുത്ത് പകരുന്നതെന്ന് PP സുരേഷ് ബാബു ഓർമ്മപ്പെടുത്തി. നമ്മുടെ പ്രവർത്തകന്മാർക്ക് നമ്മൾ ഒരു പരിശീലനം കൊടുക്കുന്നുണ്ട്. ആ പരിശീലനം ഈ നാട്ടിലെ സർവ്വസാധാരണക്കാരായ മുഴുവൻ ആൾക്കാരും നമ്മുടെ സഹോദരനാണ്. ഒരമ്മയുടെ മക്കളാണ്. ഏതൊരു സഹോദരനാണ് സ്വന്തം സഹോദരൻ്റെ ഭൗതിക ദേഹം, അതായത് ചീഞ്ഞളിഞ്ഞ ശവശരീരങ്ങൾ, അത് ജീവജാലങ്ങളുടെ എല്ലാം ഉണ്ട്. ആ ജീവജാലങ്ങളുടെയും സഹോദരന്മാരുടെയും നമ്മുടെ സ്വന്തം സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ഒരമ്മയുടെ മക്കളാണെന്നുള്ള ഭാവന വളർത്തുന്നത് കൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ ഈ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടിയിട്ട് അവരെ യാത്ര അയക്കണമെന്നുള്ള വികാരമുണ്ട്. ചവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ റോബി കണ്ണഞ്ചിറ, NSS ഡൽഹി അധ്യക്ഷൻ MKG പിള്ള, നവോദയം അധ്യക്ഷൻ MR വിജയൻ, ബാലഗോകുലം ജനറൽ സെക്രട്ടറി ബിനോയ് ശ്രീധർ, വിക്രമൻ പിള്ള തുടങ്ങിയവരും സംസാരിച്ചു. ഡൽഹി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് പേർ ശ്രദ്ധാഞ്ജലി സഭയുടെ ഭാഗമായി. ജനം, ഡൽഹി.